അങ്ങനെ വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായിരിക്കുന്നു. അവർക്ക് ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് നിങ്ങള് കലാപരിപാടികൾ ആരംഭിക്കല്ലേ? ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള യുദ്ധം തുടങ്ങല്ലേന്ന്. അതിനു മുന്നോടിയായിട്ടാണല്ലോ അന്ന് കോടതിയുടെ മുന്നിൽ നമ്മൾ കുറെ കാഴ്ചകൾ കണ്ടത്. ഓ മൈ ഗോഡ്, റോജി എം ജോൺ കേറി ഗോൾ അടിച്ചിരിക്കുന്നു. ജീമാരെവിടെ? എന്റെ അനുജി ഒന്ന് വേഗം മുന്നിൽ കയറി നിക്ക്. ആളുടെ മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടിട്ടല്ലേ ഞങ്ങളുടെ ജീമാര് ചെല്ലും ചെല്ലും നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ട് ടൈമിംഗ് തെറ്റിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ രാജിവെച്ച് പെണങ്ങൂട്ടാ പറഞ്ഞേക്കാം. ബെയിൽ അനുവദിച്ചു. വക്കീൽ എന്റെ കോള് ഇപ്പം ഞാൻ വക്കീലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബെയിൽ ഗ്രാന്റ് ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 7 ദിവസമായി. എനിക്കറിയാം, ഒരു 12,000 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. നീ എവിടെ വന്ന മരഭൂതമേ? അച്ഛാ ആദ്യം ജീമാരുടെ ടൈമിംഗ് ഒന്ന് പാളെങ്കിലും പിന്നെ ജീമാരെ പിടിച്ചുട്ടാ. വേഷം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം. ഓ എന്തൊക്കെ അവകാശവാദങ്ങളായിരുന്നു. അത് കേട്ടാ തന്നെ അറിയാം പറയണതൊക്കെ സത്യമാണ്. അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടല്ലേ പറയണത്. ആദ്യമേ തന്നെ പ്രധാനമന്ത്രിക്ക്, 2 അമിത്ഷാജിക്ക്, 3 രാജീവ് ചന്ദ്രശേഖർജിക്ക്, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് ഗവൺമെന്റിന് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതില് നമ്മൾ നന്ദി പറയേണ്ടവരുടെ ലിസ്റ്റാണ് കേട്ടത്. 1 പ്രധാനമന്ത്രി, 2 ആഭ്യന്തരമന്ത്രി, 3 രാജീവ് ജി, 4 ഛത്തീസ്ഗഡ് സർക്കാർ. ലാസ്റ്റ് പറഞ്ഞിട്ട് ഏറ്റവും ഹൈലൈറ്റ് കന്യാസ്ത്രീകൾക്കൊപ്പം നിൽക്കണോണ്ടായിരിക്കും അല്ലേ ഛത്തീസ്ഗഡ് സർക്കാർ കോടതിയിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിക്കുന്നതിന് വേണ്ടി അഹോരാത്രം വാദിച്ചുകൊണ്ടിരുന്നത്. BJPക്ക് കാലിടറി കേരളത്തിലെ BJP തീർന്നു പോകുന്നു ചിന്തിച്ചപ്പോൾ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ അവർ തയ്യാറായത്. ഇവരൊക്കെ പറയുന്നതിലും കാര്യമില്ലേ? BJPക്ക് കാലിടറിയില്ലേ? അപ്പൊ ആ ഇടറിയ കാല് നേരെ വെക്കണ്ടേ? കാല് നേരെ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ കുറെ കടമ്പകൾ ഉണ്ട് കേട്ടാ. കന്യാസ്ത്രീകൾക്കെതിരായി FIR റദ്ദാക്കുക, അവരെ അറസ്റ്റ് ചെയ്തപ്പോ മോശമായി പെരുമാറിയവർക്കെതിരെ നടപടിയെടുക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എന്താ ചെയ്യാ? അവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബജ്രംഗ് ദൾ പിണങ്ങില്ലേ? എന്തിനാ അതിന്റെ പുറകിന് പോകുന്നത്? ബെയിൽ കിട്ടിയില്ലേ? എന്തിന് നമ്മളെന്തിനാ നെഗറ്റീവ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത്? അരുതേ, ജീമാരുടെ ബജ്രംഗ് ദളിനെ ഇനിയും ഇങ്ങനെ ക്രൂശിക്കരുതേ. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയപ്പോ ബജ്രംഗ് ദൾ എന്തോരം വിഷമിച്ചിണ്ടാവും. പാവൻ ജീമാര് ജാമ്യം കിട്ടിയിട്ടും എന്ത് നിലപാടെടുക്കണം എന്നറിയാണ്ട് അവരിങ്ങനെ ഒഴലുകയാണ് സുഹൃത്തുക്കളെ, ഒഴലുകയാണ്. എത്രയേറെ കല്ല് ഏറ് ഞങ്ങൾക്ക് കൊണ്ടു, എത്രയേറെ ചെളിവാരി ഏറ് ഞങ്ങൾ കൊണ്ടു. പക്ഷേ ഏറ്റെടുത്തൊരു ദൗത്യത്തിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ പുറകോട്ട് പോയില്ല, പോകുമില്ല. അത് അദ്ദേഹത്തിന്റെ നിയോഗമായിരുന്നു, തീരുമാനമായിരുന്നു. രാജീവ് ജിയുടെ നിയോഗം, അദ്ദേഹത്തിന്റെ അവതാരോദ്ദേശം ഈ വിഷയത്തിൽ പൂർത്തിയായിരിക്കണമെന്നാണ് ജിമാർ പറയുന്നത്. അല്ല ഷോൺജി, ഒരു സംശയം. അപ്പോ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് തെറ്റാണെന്ന് തന്നെയാണോ നിങ്ങളുടെ നിലപാട്? ഇപ്പൊ എന്താണ് അവസ്ഥ? ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ട്. അത് ഒരു സത്യമാണ്, 100% സത്യമാണ്. പക്ഷേ അത് ഈ പാവപ്പെട്ട കന്യാസ്ത്രീമാർ ചെയ്തിട്ടില്ല. അവർ പോയിന്റ് ഈസ് ക്ലിയർ. അല്ല ജി, യുവർ പോയിന്റ് ഈസ് നോട്ട് ക്ലിയർ ട്ടാ. കന്യാസ്ത്രീകൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഒരു കൂട്ടർ പറയുമ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വേറൊരു കൂട്ടര് ആവോ കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് ഇങ്ങനെ അറിയാന്ന് പറഞ്ഞ് കൈമലർത്തുന്നവരും ഉണ്ട് കേട്ടാ. കാരണം BJP കേസിന് കുറ്റവാളിയാണോ അല്ലയോ എന്ന വിഷയത്തിൽ BJP ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. BJP അവരെ കുറ്റവാളി അല്ലാതെയാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നിലപാടും എടുത്തിട്ടില്ല. അശ്യോ, അതിപ്പോ കഷ്ടായല്ലോ. കന്യാസ്ത്രീകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവർക്ക് വേണ്ടി ഞങ്ങളുടെ ജീവൻ വരെ കൊടുക്കുന്ന അവിടെ ജിമാര് ഡയലോഗ് അടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവാ? ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞില്ലേ കന്യാസ്ത്രീകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിന്റെ വിശ്വാസം അതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു നിഷ്കളങ്കമായി അദ്ദേഹം ഈ കന്യാസ്ത്രീകളെ എങ്ങനെയും മോചിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ വന്ന കാര്യം പറഞ്ഞു. അച്ചോടാ, BJP സംസ്ഥാന അധ്യക്ഷന്റെ നിഷ്കളങ്കത കൊണ്ടാണ് രാജീവ് ജി അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പൊ പിന്നെ ഈ വിഷയത്തില് ആകെ തുകയായിട്ട് മറുപടി പറയേണ്ടത് രാജീവ് ജിയാണ്. എന്തുകൊണ്ടാണ് സംസ്ഥാന BJPക്ക് അകത്ത് 2 നിലപാട് വന്നത്? ശരിക്കും ഈ വിഷയത്തിൽ BJPയുടെ നിലപാട് എന്താണ്? ഛത്തീസ്ഗഡ് സർക്കാർ കന്യാസ്ത്രീകളുടെ വിഷയത്തില് ജാമ്യാപേക്ഷനെ എതിർത്തത് എന്തുകൊണ്ടാണ്? എത്ര നേരമാണ് ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയടാ. ഇന്ന് നല്ലൊരു സന്തോഷ ദിവസമാണ്. എനിക്ക് സംസാരിക്കാൻ അങ്ങനെ ആഗ്രഹമില്ല. അപ്പോ ക്രിസ്മസിനും ഈസ്റ്ററിനും അരമന കയറി ഇറങ്ങി കേക്കൊക്കെ കൊണ്ടുപോയി വോട്ടൊക്കെ തൂത്തുവരാം എന്നുള്ള ജിമാരുടെ ആഗ്രഹത്തിന് കിട്ടിയ 8ന്റെ പണിയായിരുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. ചിലരുടെ യഥാർത്ഥ മുഖം ഇപ്പൊ മനസ്സിലായി എന്നാണ് അച്ഛന്മാർ എന്നെ പറയണത്. അപ്പോ ദ റിയൽ ഛത്തീസ്ഗഡ് സ്റ്റോറിയുടെ ആഫ്റ്റർ എഫക്ട് എന്തുട്ടാണെന്ന് ജിമാര് കാണാൻ കിടക്കണേ ഉള്ളൂ കേട്ടാ.